UDFിന്റെ ഭാഗമായ വനിതാ മെമ്പർക്ക് മർദ്ദനമേറ്റ സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ വൈരമാണെന്ന് UDF കൺവീനർ ഷിബു തെക്കുംപുറം. അക്രമം നടന്ന് ഏറെ മണിക്കൂറുകൾക്ക് ശേഷവും പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോയിട്ടില്ല എന്നും FIR പോലും തയ്യാറാക്കാൻ പോലീസ് മടി കാണിച്ചുവെന്നും ഷിബു തെക്കുംപുറം ആരോപിച്ചു. മർദ്ദനമേറ്റവരെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ സന്ദർശിക്കുകയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പിണവൂർക്കുടിയിലെ വാർഡ് മെമ്പർ ബിന്ദു രാജേന്ദ്രനെയും അവരുടെ മകൻ വിമല്, അതോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന അനില്, 3-4 പേരെ ഇന്നലെ അതിദാരുണമായി CPMന്റെ ആളുകൾ ആക്രമിക്കുകയുണ്ടായി. കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആക്രമണം അഴിച്ചുവിട്ടത്. തല്ലാനും അതോടൊപ്പം തന്നെ ചവിട്ടാനും സാരി വരെ ഊരി കളയുന്ന നിലയിലേക്ക് ഈ ആക്രമണം പോവുകയുണ്ടായി. ഇന്നലെ വിഷു ആയതുകൊണ്ട് ഒരു ആഘോഷ പരിപാടി പിണവൂർക്കുടിയിൽ സംഘടിപ്പിച്ചിരുന്നു. ഈ ആഘോഷ പരിപാടിയുടെ മറവിലാണ് CPM ആക്രമണം അഴിച്ചുവിട്ടിട്ടുള്ളത്. അവിടെ കുറേ കാലമായി അനധികൃതമായി മദ്യവിൽപ്പനയും അതോടൊപ്പം തന്നെ മയക്കുമരുന്നിൻ്റെ വ്യാപനവും വളരെ കൂടി വരികയായിരുന്നു. പ്രത്യേകിച്ച് പിണവൂർക്കുടിയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക്, ആദിവാസി മക്കൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇതിനെതിരെ പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ബിന്ദു ശക്തമായ നിലപാട് എടുത്തിരുന്നു. ഈ കാര്യത്തിൽ കുടുംബങ്ങളെ രക്ഷിക്കാൻ വേണ്ടി, ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് പഞ്ചായത്ത് മെമ്പർ ബിന്ദുവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയത്. ഇതാണ് CPM ഗുണ്ടകൾക്ക് ഈ ആക്രമണത്തിന് കാരണമാക്കിയത്. കഴിഞ്ഞ നാളുകളിൽ എല്ലാം വലിയ ജനകീയ പ്രവർത്തനമാണ് ബിന്ദുവിൻ്റെ നേതൃത്വത്തിൽ ആ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളത്. 12 വർഷക്കാലത്തിന് ശേഷമാണ് UDFിൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പർ അവിടെ വിജയിച്ചു വരുന്നത്. ഇതെല്ലാം കാരണമായിട്ടുണ്ട്. ഈ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. കൊലപാതകത്തിന് ഉള്ള ശ്രമമാണ് അവിടെ നടന്നിട്ടുള്ളത്. വലിയ അതിദാരുണമായ ആക്രമണമാണ് പിണവൂർക്കുടിയിൽ ഇന്നലെ നടന്നത്. തീർച്ചയായും പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ശക്തമായി ആവശ്യപ്പെടാനുള്ളത്. അല്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കും. ഇതുവരെ അന്വേഷിച്ചപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് FIR ഇടാനുള്ള ഒരു നടപടിയും സീരിയസായി കണ്ടില്ല. CAയുമായി ബന്ധപ്പെട്ടിരുന്നു. ഉടനെ തന്നെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് CI പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യത്തിൽ ശക്തമായ നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ വളരെ ശക്തമായ സമരവുമായി UDF മുന്നോട്ട് പോകും. ഉച്ചവരെ ഈ കാര്യത്തിൽ നമ്മൾ കാത്തു നിൽക്കും. കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നുള്ളതാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ആവശ്യം. അതിൽ താഴെ ഒരു നടപടിയും നമ്മൾ അംഗീകരിക്കില്ല. തീർച്ചയായും ഈ ആക്രമണകാരികൾ വലിയ ഒരു പഞ്ചായത്ത് മെമ്പറെ, പ്രത്യേകിച്ച് ഒരു സ്ത്രീയായ പഞ്ചായത്ത് മെമ്പറെ അടിക്കാനും തല്ലാനും വലിക്കാനും ഒക്കെയുള്ള ശ്രമം നടത്തുക, ആ പഞ്ചായത്ത് മെമ്പറുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റുക തുടങ്ങിയുള്ള ഹീനമായ ശ്രമങ്ങളാണ് ഇന്നലെ പിണവൂർക്കുടിയിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ വിഷു ആഘോഷത്തിന്റെ മറവിൽ കരുതിക്കുട്ടി ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയ ഈ പ്രവർത്തനത്തെ ശക്തമായി ഐക്യജനാധിപത്യ മുന്നണി അപലപിക്കുകയാണ്.